ചെറുപ്പക്കാരിലുള്ള സോഷ്യൽ മീഡിയയിൽ ഉള്ള ഇമ്പോസ്റ്റർ സിൻഡ്രോമിനെ കുറിച്ച് പ്രതിപാദിച്ചത് പഠിക്കാതെ ഒന്നുമല്ല. അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഈ കേരളത്തിലെ കുട്ടികളുടെ ഇടയിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ പത്രങ്ങളിലും ഒക്കെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുമുണ്ട്. നല്ലൊരു രീതിയിൽ ഇമ്പോസ്റ്റർ സിൻഡ്രോം കുട്ടികൾക്കിടയിൽ വരുന്നുണ്ട്. പിന്നെ ആ കോണ്ടന്റിന്റെ താഴെ തന്നെ ഇഷ്ടം പോലെ മറ്റ് സൈക്കോളജിസ്റ്റുകാരും TA പഠിച്ചവരൊക്കെ ഇത് ശരിയാണെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പാരൻസ് എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. ബാക്കി വീഡിയോ സ്റ്റഡി ചെയ്തിരുന്നെങ്കിൽ ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ കൗമാരക്കാരിൽ വരുന്നത് പാരന്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടാന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുറേ വീഡിയോസ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു മിഷനാണ് എൻ്റെ അടുത്ത്. പിന്നെ വേറെ വൈറൽ കണ്ടന്റ്സ് ഒന്നും എടുത്തിട്ട് അതിൽ കോമെന്റ് ചെയ്തിട്ട് വൈറലാകുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ്. അപ്പോൾ അതുപോലെ ഇതനുഭവിക്കുന്ന മറ്റൊരാളെ സഹായിക്കുക, അങ്ങനത്തെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് അവർ മാത്രമാണ്. അങ്ങനത്തെ ആളുകൾ എന്നെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അവരെ ട്രാൻസ്ഫോം ചെയ്യുന്നു, അവരവരുടെ ജേർണി സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയും മതി.